ആയി വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ഇടണം. അതിന് പറ്റിയ സമയം ഇതാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് മാമൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ വീടാണെങ്കിൽ ക്ലീൻ ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ ഞാനും അമ്മയും രാവിലെ തന്നെ ഒന്ന് ഉടക്കി. ഞാൻ അറിഞ്ഞുകൊണ്ട് ഉടക്കി, അമ്മ അറിയാതെ ഉടക്കി. അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്ക് വീട് മൊത്തം ക്ലീൻ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അമ്മേൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എവിടെ നിന്ന് ആദ്യം തുടങ്ങാൻ പറ്റാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ മുറ്റടിച്ച് തരാൻ പോവുകയാണ് ഗൈസ്. കുറേ ഈ മുറ്റൊക്കെ അടിച്ചിട്ട് എന്തോ പോരാത്തതിന് ഞാനൊരു വീഴ്ചയും വീണു ഗൈസ്. സ്റ്റെപ്പിൻ്റെ മേലിൽ നിന്ന് താഴേക്ക് ഒറ്റ വീഴ്ച. അതുകൊണ്ട് തന്നെ എൻ്റെ ഊരേൻ്റെ പണി ഞാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എന്താ ഇപ്പം ചെയ്യാന്ന് വെച്ചാൽ അധികം കുനിയാനൊന്നും പറ്റില്ല, എന്നാലും ഞാൻ അടിച്ചു വാരും. നനഞ്ഞ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമോ? എനിക്കാണെങ്കിൽ മണ്ണിൻ്റെ മണ്ണൊക്കെ അടിപൊളി, മണ്ണിൻ്റെ മണ്ണൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാണ്. മൊത്തത്തിൽ മുറ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഞാനൊരു സൈഡായിട്ടുണ്ട്. അങ്ങനെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്ത് നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. മുറ്റത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അകത്തുള്ള പരിപാടിയാണ്, അതാണ് മെയിൻ. എവിടുന്ന് തുടങ്ങുന്ന ഒരു പിടുത്തമില്ലേ ഗൈസ്. ആദ്യം തന്നെ ഞാൻ വിചാരിക്കുന്ന അലക്കിയതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന്. പോരാത്തതിന് ഞാൻ മറ്റന്നാൾ പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തൊന്ന് സൈഡാക്കി അതിൻ്റെ കുറച്ച് പണി ഞാൻ അവിടെ ഒഴിവാക്കും. പിന്നുള്ളത് എൻ്റെ ഫോണിലാണ് തീരെ ചാർജില്ല ഗൈസ്. എനിക്ക് എപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നുന്നു അപ്പോഴേക്ക് എൻ്റെ ഫോണിലെ ചാർജ് മൊത്തം ഞാൻ തീർത്ത് വെക്കും. എന്നിട്ടാണ് എനിക്ക് തോന്നുക വീഡിയോ എടുക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇതൊക്കെ ഞാൻ നേരത്തെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇപ്പം മടക്കി വെക്കാം. ഇതിനൊക്കെ രാവിലെ തന്നെ അടി ഉണ്ടാക്കില്ല ഞാൻ എൻ്റെ അമ്മ. കാരണം ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത സാരി ഒന്നും മടക്കി വെച്ചിട്ടില്ല. അതിന് വളരെ മൊത്തം ഞാൻ കേട്ടിട്ടാണ് ഈ അമ്മമാർ എന്താ പറയുക ഒന്ന് തുടങ്ങിയ പിന്നെ നിർത്തില്ല. നമ്മൾ റീലൊക്കെ കാണില്ലേ അതേപോലെ എന്താ ചെയ്യും. അലക്കാനുള്ളതൊക്കെ അലക്കലിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതും മടക്കി വെച്ചത് അത് അമ്മ വന്നാലേ മടക്കി എടുത്ത് വെക്കാൻ പറ്റും. കാരണം എൻ്റെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, ആരും എടുത്ത് വെച്ചാലും അമ്മയ്ക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പം ഞാനൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ട് അമ്മയായി അമ്മേൻ്റെ പാടായി. ഇനി അടുത്ത് നമുക്ക് അടിച്ചു വരാം. നല്ല മടിയുണ്ട് ഗൈസ്. എനിക്ക് നല്ല മടിയെന്ന് വെച്ചാൽ നല്ല മടിയുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയാണോ? പക്ഷേ ഞാൻ ഒരു നല്ല മൈൻഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതൊരു മാതിരി എന്താ പറയുക, നല്ല മടി. കുറേ ആയില്ലേ പണിയൊക്കെ എടുത്തിട്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ. കറക്റ്റ്. ഇപ്പം ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കുമായിരുന്നു, ചോറുണ്ടാക്കുമായിരുന്നു, എല്ലാ പണിയും ഞാൻ എടുക്കുമായിരുന്നു ചെറുപ്പത്തിലല്ല, ഒരു സമയം വരെ. പിന്നെ ഞാൻ മാറിപ്പോയൊരു സമയം ഉണ്ടായിരുന്നു ഗൈസ്. അതിന് ശേഷമാണ് ഞാൻ ഈ മടിയത്തി ആയതും എന്നെ തന്നെ ഞാൻ മാറ്റിയതും ഒക്കെ. പിന്നെ അതല്ല, നമുക്ക് കുറേ ടൈമൊന്നും ഇല്ല. അമ്മ എപ്പോൾ വേണേൽ വെച്ചാൽ അമ്മയും അച്ഛനും കൂടി വരും. സോ നമുക്ക് വേഗം തന്നെ പണിയൊക്കെ തീർക്കാം. വാ, ആളെ ഞാൻ കാണിച്ചു തരാം. വാ, ഇതാരാ? ഒരു വരുമോ? തന്നോട് വേഗം, സ്റ്റോറേജ് ഫുള്ളാവും. വേവാ. എന്തോ തിന്നുന്ന തിരക്കിലാണ് കുട്ടി, അതുകൊണ്ടാണ്. കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പാണ്. കാരണം നമ്മൾ ഈ തത്തകളൊക്കെ പുറത്തല്ലേ ഉണ്ടാവാം, ഇതല്ല. ഇത് പുറത്ത് നിൽക്കാനേ ഇഷ്ടമല്ല. പിന്നെ പുതപ്പ് വേണം, രാത്രി കിടക്കുമ്പോൾ ഫാൻ വേണം, ലൈറ്റ് വേണം, പിന്നെ രാവിലെ ആരും കിടന്നുറങ്ങാൻ പാടില്ല, പിന്നെ ഡോർ അടയ്ക്കണം, എപ്പോഴും പേടിയാണ്. അങ്ങനെ കുറച്ച് ശീലങ്ങളുണ്ട് എൻ്റെ കുഞ്ഞിക്ക്. പക്ഷേ ഭയങ്കര പാവാണ്. എൻ്റെ അമ്മ എന്ന് വെച്ചാൽ അതിന് ജീവനാണ്. അമ്മ വേണം എല്ലാത്തിനും, പക്ഷേ ഈ കുഞ്ഞിനും വേണം. അമ്മ അച്ഛനും വരും. അപ്പോൾ വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ പരിപാടി തീർക്കണം. എന്നിട്ട് ഒരു കുഴിയും പാസ്സാക്കിയിട്ടിരിക്കണം. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. പലതും നടക്കുമാവും. ഇങ്ങനെ പോയി ഭയങ്കര മടിയാകുന്ന വയസ്സ് എനിക്ക്. ഇതാണ് എൻ്റെ അമ്മച്ചൻ. ഇപ്പം ഞാൻ ജീവിക്കുന്ന എൻ്റെ റൂം, വീടിൻ്റെ വലിപ്പം നോക്കുന്ന ഒരാളേ അല്ല. ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള ആ ഒരു മൈൻഡുള്ള ആൾക്കാരാണ്. പക്ഷേ മേ ബി എനിക്ക് 2 നിലയുള്ള വീട് അത്ര താല്പര്യം ഇല്ല. ഈ വീടൊന്ന് എനിക്ക് നന്നാക്കി എടുക്കണം, ആക്കും ഞാൻ.
എന്ത് ഇരിക്കാൻ പറയുന്നതാണ് ഗൈസ്. ആ കേട്ടില്ല, ഇരിക്കാട്ടാ. എന്തിനാണെന്നറിയോ ഇങ്ങനെ സംസാരിക്കുന്നത്? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഡോറ് അടയ്ക്കാത്തതിനാണ് ഇപ്പോൾ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. അവർക്ക് ഡോർ തുറക്കുന്നതിന് ഇഷ്ടമില്ല. അവർക്ക് അതിനകത്ത് എപ്പോഴും സംസാരിക്കും. ഇതാണ് ഗൈസ് ഏട്ടൻ്റെ റൂം. ഞാൻ കയറില്ല, കാരണം ഏട്ടൻ്റെ റൂമിൽ ആര് കയറുന്നതും ഏട്ടന് ഇഷ്ടമല്ല. കാരണം എന്താ അറിയോ, അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും സാധനം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. ആള് നല്ല പാവാണ്, പക്ഷേ ദേഷ്യം കയറിയ വീടെടുത്ത് മറിച്ചിടും. അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ. ഉണ്ടല്ലോ എൻ്റെ ഏട്ടൻ എന്ന് വെച്ചാൽ ജീവന. അത് ആ സാധനത്തിന് അറിയില്ലെന്ന് തോന്നുന്നു, ചിലപ്പോൾ അറിയായിരിക്കാം. എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എനിക്ക് നന്നായിട്ട് സങ്കടമാവും. അതായത് ഞങ്ങൾ സംസാരിക്കാറില്ല അങ്ങനെ. എനിക്കാണെങ്കിൽ അവരുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കണം, കമ്പനി ആവണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അവൻ സംസാരിക്കില്ല എൻ്റെ അടുത്ത്. ബാക്കി എല്ലാവരുടെ അടുത്ത് സംസാരിക്കാം. അതിനെപ്പോഴും ഞങ്ങൾ അടിയാ. ഓൻ ഏച്ചിമാരോടും ഏട്ടന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കിയാലോ അടിയാണ് ഞാൻ. അവൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കൊണ്ട് എൻ്റെ അടുത്ത് ചൂടാവുകയാണെങ്കിൽ അത് ഞാൻ വലുതാക്കും. അതായത് ഏട്ടന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ പോലും എനിക്ക് സങ്കടമാവും. അത്ര പോലും അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എൻ്റെ അടുത്ത് ഒന്നും പറയാൻ പാടില്ല. അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഓൻ നന്നായിട്ട് ഷൗട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഈശ്വരാ എനിക്ക് ആലോചിക്കാൻ എനിക്ക് സങ്കടമാവും. ഫുള്ള് കരച്ചിലായിരിക്കും. ചിലപ്പോൾ ഞാൻ പട്ടിണി കിടന്നെന്ന് വരും. എന്നാലും എനിക്കതെന്നെ ഇങ്ങനെ വിതുമ്പെന്നൊക്കെ പറയില്ലേ സംഭവം. അതെനിക്ക് വേറെ എൻ്റെ അച്ഛൻ ചീത്ത പറഞ്ഞാലോ എൻ്റെ അമ്മ പറഞ്ഞാലോ ഒന്നും എനിക്ക് ഞാൻ കാര്യമാക്കൂല. പക്ഷെ ഓൻ പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ എന്താ പറയുക, അടി ആദ്യമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ആകെ സംസാരിക്കുക ഒന്നില്ലേ വെള്ളം എടുത്തതാ അല്ലെങ്കിൽ ഫോൺ എടുത്തതാ, ആ ഒരു ടോക്ക് മാത്രം. പക്ഷേ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ചീത്ത പറയാൻ ഓന് നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി, ഞാനില്ല അവിടെ. ഞാൻ സങ്കടം കൊണ്ട് കരയും. ചിലപ്പോൾ അവൻ്റെ ആ ഒരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും എനിക്കത് പറ്റില്ല. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിച്ചെപ്പോഴും നിൽക്കണം. അതാണ് എൻ്റെ ഒരിത്. അവൻ എന്ത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം പറയുകയാണെങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും, കുത്തുന്ന് കരയും. പക്ഷെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അടുത്ത് നമ്മൾ സംസാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പണിയും നടക്കൂല. സോ നമ്മളെ ബാക്കി പണി നോക്കാം. സമയം ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. ആരെയും കാണാത്തോണ്ടേ കുഞ്ഞിക്ക് ഭയങ്കര ടെൻഷനാവുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. എന്താ കുഞ്ഞിയെ, വെയിറ്റ്, ക്ലീനിങ് വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ സംസാരമല്ലേ എൻ്റെത്. ഞങ്ങളുടെ വീട്ടിൽ അതായത് വീടിൻ്റെ മേലോട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം ബാക്കിലേക്കാണ് റൂമൊക്കെ എടുത്തത്. അപ്പം ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു റൂമാണ്. ഇത് കിച്ചണായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. വീഡിയോ മൊത്തം സംസാരമാണില്ലേ, സ്കിപ്പടിച്ച് കണ്ടോളൂ. കാരണം താല്പര്യമില്ലാത്തവർ പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. ഞാൻ 2 ദിവസം മുന്നേ ഇട്ട് വെച്ച പൈനാപ്പിളിൻ്റെ ഉപ്പിലിട്ടത് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാങ്ങേനെക്കാട്ടും കൂടുതൽ ഇഷ്ടം പൈനാപ്പിളാണ്. ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എൻ്റെ വീട്ടിലേ അതായത് രാത്രി അമ്മയും അച്ഛനും കൂടി തട്ടുകടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പണി നടക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഇത്ര പ്രശ്നങ്ങളല്ല ഇത്ര അലമ്പായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനുള്ള സമയം എൻ്റെ വീട്ടുകാർക്ക് കിട്ടാറില്ല. മാക്സിമം സമയം കിട്ടുമ്പോൾ അമ്മ ചെയ്യാറുണ്ട്, അച്ഛനോ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാനാണിപ്പോൾ മടിയത്തി ആവുന്നത്. സാരമില്ല, ഒക്കെ ക്ലീൻ ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട മാങ്ങയാണ് ഗൈസ്. കിച്ചൺ മൊത്തം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ചോറ് വെക്കണം. കാരണം ഞങ്ങൾ ഗ്യാസിലൊന്നും ചോറ് വെച്ചില്ല. ഞങ്ങൾ ഫുള്ള് അടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത്. ഞങ്ങൾ ഈ അടുത്ത് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഗ്യാസ് തന്നെ വാങ്ങിയിട്ടുള്ളത്. എനിക്കും ആദ്യമാണെങ്കിൽ ഇവിടെ എന്തോ മരമൊക്കെ മുറിക്കുന്നുണ്ട് സൗണ്ട്. എനിക്കും പണ്ട് ഗ്യാസൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വാങ്ങാൻ നിന്നില്ല. പിന്നെ ഒരു ദിവസം അമ്മമ്മ തന്നെ ഞങ്ങളുടെ അടുത്ത് പോയി പറയാണ്ട് ഒരു ഗ്യാസ് മേടിച്ചു കൊണ്ടുവന്നു. അതായത് അടുപ്പൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഫുൾ എന്താ പറയുക, ചോറ് നിന്നാലും ഞങ്ങൾ ഗ്യാസിൽ വെക്കാറില്ല. ഫുൾ
അടുപ്പിൽ തന്നെയാണ്. അതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കേട്ടോ. ഇവിടെ ആരും ഇല്ലാത്തവരെ ചോറൊക്കെ വെക്കണമെങ്കിലൊക്കെ ഞാൻ തന്നെ നിൽക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇതില്ലേ കത്താൻ അങ്ങ് വേഗം കത്തും. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകാം. ഇനി നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോറിന് അരി ഇടണം. ഈ ഒരു പാത്രത്തിൽ 1.5 ആയിരുന്നു ഞാൻ ആദ്യം എടുക്കാറ്. അതന്നെ ചെയ്തു നോക്കാം അല്ലേ. അങ്ങനെ അരി എടുത്തിട്ടുണ്ട്. ഈ അരി തന്നെയാണ് അയക്കൂല്ലേ. യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ അങ്ങനത്തെ അവസ്ഥ. ആദ്യം ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് മൊത്തത്തിൽ തുടയ്ക്കണം. ഇനിയിപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് കുളിക്കുക. പണി ചെയ്യുന്നതിന് മുമ്പ് വന്നില്ല. ഇല്ല ഇതെന്താ സൂപ്പർ. എന്ത് സൂപ്പർ? ക്ലീനിങ് ചെയ്ത് സൂപ്പർ ആക്കി, കുറച്ചുകൂടി വൃത്തിയാകുന്നുണ്ട്. ആ ബെസ്റ്റ്. ഇങ്ങനെ ഉണ്ടാവും. കുറച്ചുകൂടി വൃത്തിയാകുന്നത് മുറ്റ എങ്ങനെ ഉണ്ട്? എനിക്ക് ഊരവേനയും വെച്ച് ഞാൻ മൊത്തം അടിച്ചരി. ഏറ്റവും നല്ലതാ. ആ ഓളൊരു പണിയെടുത്തിട്ടുള്ളൂ. ഒറ്റ ഒരു മൊബൈൽ കളിച്ച് കുത്തിരിക്കുകയായിരുന്നു. ആ ഇന്ന് ഞങ്ങളൊരു യാത്ര പോയി വരുമ്പോഴത്തേക്ക് വീടും കാര്യങ്ങളൊക്കെ ഉഷാറെ വൃത്തിയാക്കി. ഇതിങ്ങനെയാണ് പെൺകുട്ടിയുടെ സ്വഭാവം. അങ്ങനെയാണ് വേണ്ടത്. ഇങ്ങോട്ട് നോക്ക്. ഹാപ്പി. അപ്പോൾ ഹാപ്പി, ഞാൻ ഹാപ്പിയായി. അവർക്ക് ഞാൻ മന്തി വായിക്കൊണ്ട് കൊടുത്തു. കഴിക്കട്ടെ. ചോറ് വെച്ചിട്ടുണ്ട്. മീൻ പൊരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാല നല്ല കഷ്ണം മീൻ വായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ലൊരു മോളായിട്ടുണ്ട്. അല്ലേലും ഞാൻ നല്ല മോളല്ലേ. അല്ലെങ്കിൽ എന്ത് ഒരു മൊബൈൽ കളിച്ച് കുത്തിരിക്കൂ. ഞാനോ പത്താറ് പറയുന്നത് കേൾക്കുന്നത്. അതൊക്കെ തന്നെ അങ്ങനെ തന്നെ നല്ലോണം മുന്നോട്ട് പോട്ടെ. അമ്മയെ കൊണ്ട് കുടു പറഞ്ഞിരിക്കാണ്ട് അമ്മയ്ക്ക് എന്തെടുത്താൽ അറിയാതെ അതെന്തെങ്കിലും കുറ്റം മുപ്പത്തി കണ്ടുപിടിക്കും. ഇത്രയും ചെയ്തിരിക്കല്ലേ എന്നുള്ളത് വേണ്ടേ. പാത്രങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, അടിച്ചു വാരിയിട്ടുണ്ട്, നന്നാക്കിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം. ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ ഓക്കെ. അടിപൊളി മന്തി ഗൈസ്. കുറേ കാലത്തിന് വെച്ച് തിന്നാന്ന് പറഞ്ഞിട്ടല്ല, അടിപൊളി.